പാകിസ്ഥാനെ ഇൻഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ധ്വനി കൊണ്ടുവരുന്നത് മറ്റൊരു രാഷ്ട്രീയമാണ്. മധുരയിൽ നടന്ന CPMൻ്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങൾ അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അദ്ദേഹം ഒരിക്കൽ കൂടി ആലോചിക്കണം, അദ്ദേഹത്തിൻ്റെ പേരിന് യുക്തമാണോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്നുള്ള കാര്യം. കാരണം രാജ്യസ്നേഹമില്ലാത്തവർ സ്വരാജാകുക, രാജ്യസ്നേഹമില്ലാത്തവർ ദേശാഭിമാനിയാകുക. ഇങ്ങനെ ഒരു സെമിനാർ ഇന്ന് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംഘടിപ്പിച്ചത്. തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാലിൻ സ്റ്റഡീസ് എന്നാണ്. നമസ്കാരം. ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരള സർവകലാശാലയിൽ ദേശീയതയ്ക്കെതിരെ ഒരു സെമിനാർ നടത്താൻ ഒരുങ്ങുന്നു. ഇതിലെ ഔചിത്യം എന്താണ് സത്യത്തിൽ? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന RS ശശികുമാർ സാറാണ്. സാർ നമസ്കാരം. ഇന്ന് കേരള സർവകലാശാലയിൽ നടത്താനിരുന്ന ഒരു സെമിനാർ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ കാശ്മീർ വിഷയം നടക്കുമ്പോൾ ദേശീയതയ്ക്കെതിരെ ഈ തമിഴ് വകുപ്പിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? കാശ്മീർ ഭീകരാക്രമണത്തിനെതിരെ നമ്മുടെ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ ദേശീയതയ്ക്ക് എതിരായ ഒരു സെമിനാർ കേരള സർവകലാശാലയുടെ തമിഴ് വിഭാഗം സംഘടിപ്പിക്കുമെന്ന് കേൾക്കുന്നത് ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. ഞാൻ അറിഞ്ഞത് വൈസ് ചാൻസലർ സെമിനാർ തടയുവാൻ തീരുമാനിച്ചു എന്നാളാണ്. വാസ്തവത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ തയ്യാറായി? അതിന് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ വകുപ്പ് മേധാവി ഉൾപ്പെടെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ എങ്ങനെ അനുവാദം കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. കാരണം രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ അപലപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാകിസ്ഥാനെതിരായി നടത്തുന്ന ആക്രമണം ചില പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നും ദേശീയത എന്ന് പറയുന്നത് വെറുതെ പ്രചരണത്തിന് മാത്രം ഉപയോഗിക്കുന്നുവെന്ന് ഒരു തമിഴ് ജേർണലിൽ വന്ന ലേഖനത്തിനെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സെമിനാർ ഇപ്പോൾ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ഉദ്ദേശം ഞാൻ നിസ്സാരമായി കാണുന്നില്ല. ഇതിൻ്റെ പിന്നിൽ സർവകലാശാല വിദ്യാർത്ഥികൾ മാത്രമല്ല, സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്ന പ്രത്യേകിച്ച് SFIയുടെ ശക്തമായൊരു കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അവിടെയുള്ള ചില അധ്യാപകരും വിദ്യാർത്ഥികളും ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടറാണ്. സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ എന്ന് പറയുന്നത് കാര്യവട്ടത്തുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ്. ആ അധ്യാപകൻ ഇവിടെയുള്ള ചില അധ്യാപകരെയും വിളിച്ചുകൊണ്ട് മധുരയിൽ നടന്ന CPMൻ്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ മുമ്പിൽ നിന്ന് ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങൾ അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? യൂണിവേഴ്സിറ്റി അധ്യാപകന് രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല, രാഷ്ട്രീയ വിലക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അധ്യാപകൻ തന്നെ ഒരു പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവിടെ ജാഥയിൽ ഡാൻസ് നൃത്തം ചെയ്യുകയും അത് വിദ്യാർത്ഥികളുടെ ഇടയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയൂടെ ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം കേരള സർവകലാശാല ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയെല്ലാം അറിവോടുകൂടി തന്നെ ആവണം ഇങ്ങനെ ഒരു സെമിനാർ ഇന്ന് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംഘടിപ്പിച്ചത്. തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാലിൻ സ്റ്റഡീസ് എന്നാണ്. അത്തരത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ തമിഴ് വിദ്യാർത്ഥികൾ മാത്രമല്ല, കാര്യവട്ടം ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥികളും ഈ സെമിനാറിൽ പങ്കെടുക്കും. എന്തായാലും ഏതോ വൈസ് ചാൻസലർ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അത് തടയുവാൻ തീരുമാനിച്ചു. അദ്ദേഹം അവിടെയുള്ള വകുപ്പ് മേധാവിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കുന്നതല്ല. കാരണം ഞാനിത് കാണുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ CPMൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി MA ബേബി പാകിസ്ഥാൻ ആക്രമണത്തെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടും അപലപിച്ചുകൊണ്ടുമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ്
സർവകക്ഷി യോഗത്തിൽ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ CPM അവരുടെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു. അതിൽ തന്നെ ഞാനൊരു അപകടം കാണുന്നുണ്ട്. കാരണം ബേബി അത് പറയുകയും ബേബിയുടെ ഒരു കുഞ്ഞാടായ അവരുടെ സെക്രട്ടേറിയറ്റ് അംഗമായ അവരുടെ തന്നെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ എഡിറ്ററാണ് സ്വരാജ് മറ്റൊരഭിപ്രായമാണ് പറഞ്ഞത്. സ്വരാജ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഒരിക്കലും അഭിലഷണീയമല്ല, CPM എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ കഴിയുന്നത്ര യുദ്ധം ഒഴിവാക്കണം എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് മുന്നിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് സ്വരാജിലൂടെ MA ബേബി ഒരു ടെസ്റ്റ് ഡോസ് ഇട്ടാക്കിയാണ്. കാരണം ഒരിക്കലും CPMൻ്റെ നയം എന്ന് പറയുന്നത് അവർക്ക് മേൽക്കോയ്മയില്ലാത്ത ഏത് മേഖലയിലും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ സ്ഥിരം ശൈലി. അത് ഇന്ന് ഇന്ത്യക്കകത്ത് മൊത്തത്തിൽ അവർ ഏത് യൂണിവേഴ്സിറ്റി മേഖലയിലായാലും ഭരണമേഖലയിലായാലും അവർക്ക് മേൽക്കോയ്മയില്ലെങ്കിൽ അതിനെ തകർക്കുക, അവർക്ക് മേൽക്കോയ്മ ഉണ്ടെങ്കിൽ ദേശീയതയെക്കുറിച്ച് പ്രസംഗിക്കുക. ഈ അടുത്ത കാലത്ത് കേരള സർവകലാശാല അധ്യാപകരിൽ ഒരു വലിയ വിഭാഗം പ്രളയം വന്നപ്പോഴത്തേക്കും ഈ സാലറി ചാലഞ്ചിൽ പണം കൊടുക്കാൻ തയ്യാറായില്ല. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും ദേശീയതയ്ക്കെതിരായി ഈ അധ്യാപകൻ പ്രവർത്തിച്ചു എന്ന രീതിയിൽ നടപടിയെടുക്കാൻ തീരുമാനിച്ചതാണ് സർവകലാശാല. അപ്പോൾ അവർക്ക് മേൽക്കോയ്മ ഇല്ലാത്തിടത്ത് ദേശീയത വേണ്ട. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ സ്വരാജ് ഇത്തരത്തിലുള്ള വിഘടനവാദവുമായി രംഗത്ത് വന്നതും എല്ലാം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വാതന്ത്ര്യത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാര്യത്തിൽ പോലും വ്യത്യസ്തമായൊരു നിലപാടെടുത്തിരുന്നവരാണ്. ചൈന യുദ്ധം വന്നപ്പോഴത്തേക്കും വ്യക്തമായ മറ്റൊരു നിലപാട് കൈക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവർ ചൈനയോടും പാകിസ്ഥാനോടുമൊക്കെ കൂറ് പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിൽ സ്വരാജ് ഇത്തരത്തിലുള്ള വളരെ കുറച്ചുകൂടി ഈ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ ഇത്രയും ശക്തമായ നിലപാടോട്ട് പോവുള്ളൂ, യുദ്ധം ഒഴിവാക്കണം എന്നെല്ലാം പറയുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. പാകിസ്ഥാനെ ഇൻഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ധ്വനി കൊണ്ടുവരുന്നത് മറ്റൊരു രാഷ്ട്രീയമാണ്. CPMൻ്റെ വ്യക്തമായ രാഷ്ട്രീയമാണ് കണ്ടത്. ആ രാഷ്ട്രീയമാണ് കേരള സർവകലാശാലയുടെ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സെമിനാറിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടൊരു ഗവൺമെൻറ് കാണണം, വൈസ് ചാൻസലർ കാണണം. തീർച്ചയായിട്ടും ഇതിലൂടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവനും പുറത്തുകൊണ്ട് വരണം. ഞാൻ അറിഞ്ഞത് വൈസ് ചാൻസലർ ഗവർണറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. മാത്രമല്ല ഇത് NIAയുടെ അന്വേഷണത്തിൽ വിടണം. കേരളത്തിൽ ഇങ്ങനെ വിഘടനവാദം നടക്കുന്നതായി ഒരു വലിയ പരാതി കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോഴേ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശക്തികളെ നിരക്കി നിർത്താൻ തയ്യാറാവണം. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം കൂടി പറയട്ടെ. CPMനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന് ഉചിതമാണോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി ആലോചിക്കണം, അദ്ദേഹത്തിൻ്റെ പേരിന് യുക്തമാണോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്നുള്ള കാര്യം. കാരണം രാജ്യസ്നേഹമില്ലാത്തവർ സ്വരാജാകുക, രാജ്യസ്നേഹമില്ലാത്തവർ ദേശാഭിമാനിയാകുക.